മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കാവന്നു മിന്നി കരയറ്റോരാലസൽ ഗ്രാമഭംഗി. നഗരവൽക്കരണത്തിനിടയിൽ അന്യമാകുന്ന ഗ്രാമനന്മകളും ശരികളും തേടി ഇറങ്ങിയിരിക്കുകയാണ് വൈക്കിലിശ്ശേരി UP സ്കൂൾ വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിനു ചുറ്റും അവശേഷിക്കുന്ന മലകളും പാടങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവർ. സ്കൂൾ വാതായനങ്ങളിലൂടെ അകത്തെത്തുന്ന കാറ്റും വെളിച്ചവുമല്ല പുറം ലോകത്തെത്തുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നു. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നമ്പ് കുരുക്കും വയൽകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും മാവിൻ കൊമ്പിൽ കുന്നിൻ ചരിവിൽ ഉണ്ണികളായി ഉറങ്ങിയെണിക്കേ. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നമ്പു കുരുക്കും വയകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും മാവിൻ കൊമ്പിൽ കുന്നിൻ ചരിവിൽ ഉണ്ണികളായി ഉറങ്ങിയെനിക്ക്. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നാമ്പു കുരുക്കും വയൽകൾ. വാഴ നട്ടത് എന്തിനാ? ഈ വയലൊക്കെ നികത്തി വാഴ നട്ടത്? നെല്ലിനെക്കാളും ലാഭം വാഴയ്ക്കല്ലേ? അപ്പൊ നെല്ല് വേണ്ടേ? ഇവിടെ നിന്ന് നോക്കിയാൽ പണ്ട് നാദാപുരം റോഡിലൂടെ തീവണ്ടി പോകുന്നത് കാണാൻ പോലും. ഇതാരാ പറഞ്ഞത്? എൻ്റെ മുത്തശ്ശി പറഞ്ഞതാ. കാവുകളും തണ്ണീർത്തടങ്ങളും ജീവിത വ്യവസ്ഥയുടെ ആർദ്രഭൂമികയാണ്. പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളൊക്കെയും ചേർത്ത് വയ്ക്കുന്ന അമൃതകുംഭങ്ങളാണിവ. ഈ മഴത്തുള്ളികളൊക്കെയുമേൽക്കുവാൻ ഇനിയും ഈ നെഞ്ചിൽ ഇടമുണ്ടെങ്കിലും കനിയുവാനെന്തേ മടിക്കുന്നു ഗഗനമേ, തപ്തയാമമ്മയെ പുളകിതയാക്കുവാൻ. നിങ്ങൾ ഈ പാട്ടൊക്കെ എവിടുന്നാ പഠിച്ചത്? പാട്ടിങ്ങനെ വളരെക്കുമ്പോ പഠിച്ചു. ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരുമോ? ഓ, പാടിത്തരാലോ. നാളത്തോളെ നീല കുഞ്ഞിച്ചാപ്പേ, നാളത്തോളെ നീല കുഞ്ഞിച്ചാപ്പേ, പുത്തന്തേര് വീണൈ ഓരുന്നാനോ, പുത്തന്തേര് വീണൈ എന്നുന്നാരോ, വാരിയേറുത്താര കണ്ടില്ലേലോ, വേവിച്ചെല്ലാം നേരം കുഞ്ഞിയ ചാപ്പേ, ചങ്ങാരിച്ച മേന കുഞ്ഞിമാവേ, തങ്ങോരേനോ മേന കുഞ്ഞിയനന്തേ, എടുത്താമ്പോ എൻ്റെ കുഞ്ഞിമാവേ, നാമത്തോളെ നീല നടുവാഴ്ചോളെ നീല കുഞ്ഞിച്ചാപ്പേ, നാമത്തോളെ നിന്നും പോരുന്നല്ല ഈ പുത്തന്തേര് വീണൈ പോരുന്നാനോ, നാല് മാവിക്കാറിയറൊയ്യേലൊപ്പേരം കൂട്ടിയോനെ എന്നോണ്ടിട്ട് തങ്ങോരം വീട്ടിലെ എല്ലുന്നേരോ,
ആരെയോരുത്തേറെ കണ്ടില്ലേലോ ചോദിച്ചെല്ലാം നേരം നാട് വായിച്ച പുത്തൻ തേരുവീന പോയോണ്ടിച്ച്. ഈ വയലുകൾ നികത്താൻ കാരണം എന്താണ്? വയൽ നികത്താൻ കാരണം പിന്നെ മിക്ക വയലുകളും കൃഷിയോഗ്യമല്ല. പിന്നെ സംബന്ധിച്ചത് പിന്നെ കൂലി ഈ ഇട്ട കൂലിക്കനുസരിച്ചിട്ടുള്ള വിളവ് ജലവരും പിന്നെ നെൽകൃഷിക്കാർക്ക് കിട്ടുന്നുണ്ട്. ഒരു രണ്ട് കാരണമാണ്. ഏതെല്ലാം വിത്തുകളാണ് കൃഷി ചെയ്തത്? പുഞ്ച, കന്നിക്കൊയ്ത്ത് പുഞ്ച, മകരപ്പുല്ല്, മുണ്ടക കൂടുതൽ വെള്ളമെടുത്തുള്ള മാത്രമേ ചെയ്യാൻ പാടില്ല. കൂടുതൽ വെള്ളമെടുക്കുക മുണ്ടക. പിന്നെ ഒറീസ, കൊല്ലത്തിലൊരു വിളയാണ്. വിത്തുകളുണ്ട്, വയലിൽ ഒരുപാട് വിത്തുകളുണ്ട്. തവളക്കണം എന്നൊരു വിത്തുണ്ട്, തവളക്കണം എന്ന് പറഞ്ഞു. നെൽകൃഷി കുറയാൻ കാരണം എന്താ? നെൽകൃഷി കുറയാൻ കാരണം നെൽകൃഷി അന്ന് വിത്തിറക്കുമ്പോൾ അന്നത്ര തുച്ഛമായ വിലയൊന്നുമില്ല. അതിനേക്കാളും കൂടുതൽ വിള മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ് വയലുകളും കൂടുതൽ നോക്കാനും അതുപോലെ തന്നെ തെങ്ങ് വെക്കാനും. ഞങ്ങൾ വൈക്കിലശ്ശേരി UP സ്കൂളിലെ കുട്ടികളാണ്. ആരോഗ്യത്തെ പറ്റി ഒരു സർവേ നടത്താൻ വന്നതാണ്. വീട്ടിലെത്തുന്ന പ്ലാസ്റ്റിക് സഞ്ചികളും മറ്റും എന്താണ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് സഞ്ചിയെല്ലാം ശേഖരിച്ചിട്ട് കത്തിച്ചാല്. നിങ്ങളുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വിധത്തിൽ വല്ല സാഹചര്യമുണ്ടോ? ഇല്ല, ഒരു സാഹചര്യമില്ല. മണ്ണും വായുവും മലിനമാകുമ്പോൾ പുതിയ രോഗങ്ങൾ രാക്ഷസമാകുന്നു. ഗ്രാമനന്മകൾ എന്നതിനർത്ഥം ആരോഗ്യപൂർണമായ ഗ്രാമം എന്നതുകൂടിയാണ്. ആശങ്കകൾ കറുതിയുണ്ടാക്കാൻ വിദ്യാലയത്തിലെ JRCയും ഹെൽത്ത് ക്ലബും രംഗത്തിറങ്ങി. പ്രശ്നോന്നത സമീപനത്തിൽ 5ാം ക്ലാസ്സിലെ പഠനത്തിനിടയിൽ ഉരുത്തിരിഞ്ഞതാണ് ഗ്രാമവ്യവസായങ്ങളെക്കുറിച്ചുള്ള ചിന്ത. ഈ ഫാക്ടറി എന്താ പൂട്ടിപ്പോയത്? 1950 ഉൽപാദനം ആരംഭിച്ച ചോറോട് ഓട്ട് കമ്പനി 42 പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ നൽകി. പിന്നീട് വർഷങ്ങളോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. നാട് കോൺക്രീറ്റായി മാറിയപ്പോൾ ഓടിനാവശ്യക്കാരില്ലാതായി. പകരം ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം കളിമണ്ണിൻ്റെ ലഭ്യതക്കുറവ്, പിന്നെയും നാം അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഈ ഫാക്ടറി തുറക്കാൻ കഴിയില്ലേ? പഠനത്തിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അപഗ്രഥിച്ച് നിഗമനത്തിലെത്തി സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് പദ്ധതി തയ്യാറാക്കി ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൈമാറി. പുതിയ പാഠ്യപ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ ആർജിച്ച അറിവുകൾക്ക് ഇവിടെ ചിറകുകൾ മുളയ്ക്കുകയായി.
നീയും എന്നെ തടവിലാക്കുകയാണോ? നിന്റെ മുതമുത്തച്ഛന്മാർക്കും മുമ്പേ ഈ ഭൂമിയിൽ പാറി നടന്നവളാണ് ഞാൻ. പ്രപഞ്ച പരിണാമത്തിന്റെ കഥ നീയും പഠിച്ചതല്ലേ? ജീവന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ വരെ എത്ര ജന്മങ്ങൾ. ഒടുവിലെത്തിയ നിങ്ങൾ ഞങ്ങളെയും ഇനി പിറക്കാനിരിക്കുന്നവരെയും തിന്നു തീർക്കുകയാണ്. കൊല്ലരുത് നമ്മളെ, നമ്മുടെ മക്കളെ. മലയിടിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിന് എന്തൊക്കെയാണ് ദോഷം? മലയിടിച്ചതുകൊണ്ട് നാട്ടിലുണ്ടാകുന്ന ദോഷം എന്നാൽ ഒരു മലയിൽ ഒരുപാട് സസ്യങ്ങളുണ്ടാവും. അത് പൂർണ്ണമായും വെട്ടി നശിപ്പിച്ചാണ് മലയിലെ മണ്ണെടുത്ത് മറ്റ് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടിടുന്നത്. ഈ മരങ്ങളിൽ ജീവിക്കുന്ന പക്ഷികൾ, അതേപോലെ തന്നെ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജന്തുജാലങ്ങൾ, ഇവയെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ വർഷങ്ങൾ കൊണ്ട് ജൈവ ഗുണം സ്വാംശീകരിക്കപ്പെട്ട മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും അതോടൊപ്പം മേൽമണ്ണ് നീങ്ങുന്നതോടുകൂടി വിഷാംശമടങ്ങിയ മണ്ണാണ് പിന്നെ ആ മലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതോടുകൂടി ഭൂഗർഭജലം താഴോട്ട് പോവുകയും പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ കിണറുകളിലെ വെള്ളം വറ്റുകയും നമുക്ക് കുടിക്കാൻ വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടാവും. അപ്പോൾ ഈ രാമത്ത് മലയെ കുറിച്ച് പറയുമ്പോൾ ഈ മലയോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. 4 സെൻറ്റ് കോളനി. ആ കോളനിയിൽ തന്നെ കിണർ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമാവുന്നതോടുകൂടി പരിസര പ്രദേശങ്ങളിലെ എല്ലാ കിണറുകളും വറ്റി വരളുകയും കുടിവെള്ളത്തിന് വേണ്ടി ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ വളരെ ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉണ്ടാവുക. ഈ ഭൂമി ആരുടേതാണ്? ഞാൻ കടം വാങ്ങിയ ഭൂമിയിൽ എനിക്കെത്ര കുഴിക്കാം, എനിക്കെത്ര ഉയർത്താം? ഞാൻ അറിയുന്നു ഖസാക്കിൽ അപ്പുക്കിളിയോട് നീ പറഞ്ഞ ജന്മരഹസ്യങ്ങൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാ